നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്തു തത്വശാസ്ത്രം എന്ന വിഷയത്തിന്റെ തുടർ പഠനമായി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ നൽകപ്പെട്ടിരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട പേരാണ്. ക്രിസ്തു വാസ്തവത്തിലെ മെസ്സിയ അല്ലെങ്കിൽ ഇമ്മാനുവേൽ എന്ന പേര് വിശുദ്ധ ബൈബിളിൽ ക്രിസ്തുവിന് വിളിച്ചിട്ടുണ്ട്. പല പേരുകൾ യേശു ക്രിസ്തുവിന് പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രസക്തമായ ഒരു പേരാണ് ഇമ്മാനുവേൽ എന്ന് പറയുന്ന പേര്. എന്താണ് ഇമ്മാനുവേൽ എന്ന് പറയുന്ന പേരിന്റെ അർത്ഥം? ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോടുകൂടെ, ഗോഡ് വിത്ത് അസ് എന്നാണ് ആ പേരിന്റെ അർത്ഥം. ദൈവം നമ്മോടുകൂടെ. വലിയവനായ ദൈവം മനുഷ്യരായ നമ്മോടുകൂടെ പാർക്കുന്നു എന്നുള്ള അർത്ഥമാണ് ഇമ്മാനുവേൽ എന്ന പേര്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിന് അതിന്റെ 14-ാം വാക്യത്തിൽ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും എന്നാണ് BC 740-കളിൽ യെരുശലേമിന്റെ രാജവീതിയിൽ ദൈവിക പ്രവചനങ്ങളെ പ്രസംഗിച്ച യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. ആർക്ക്? യാതൊരു പൈതലിനെ കന്യക ഗർഭിണിയായി പ്രസവിക്കുന്നുവോ അവനെ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പൊ വാസ്തവത്തില് ഇത് കർത്താവായ യേശു ക്രിസ്തു ജനിക്കുന്നതിന് 740 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗം യെശയ്യാ പ്രവാചകൻ കൂടി പ്രഖ്യാപിച്ച പ്രഖ്യാപനമാണ്. വരുവാനുള്ള രക്ഷിതാവിനെ കുറിച്ചുള്ള പ്രഖ്യാപനമാണ്. ദൈവം നമ്മോടുകൂടെ. നമ്മൾ വിശുദ്ധ ബൈബിളിന്റെ ആദ്യ താളിൽ പഠിക്കുന്നത് പോലെ ഏദൻ പർദീസയിൽ താൻ സൃഷ്ടിച്ച മനുഷ്യരുടെ ദൈവത്തിന് ഒരു സഹവാസം ഉണ്ടായിരുന്നു. എന്നാൽ ആ സഹവാസം പാപം അതിനെ തടസ്സപ്പെടുത്തി. തോട്ടത്തിൽ നിന്ന് മനുഷ്യനെ ദൈവം പുറത്താക്കി, മനുഷ്യരിൽ നിന്ന് ദൈവവും അകന്നുപോയി. ആ റീയൂണിയൻ അല്ലെങ്കിൽ ആ സെപ്പറേഷനെ റീയുണൈറ്റ് ചെയ്യുവാൻ, പുനഃസ്ഥാപിക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ മനുഷ്യാവതാരം ചെയ്ത് മനുഷ്യനായി ഈ ലോകത്തിലേക്ക് അയക്കേണ്ടായി വന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അതിന്റെ 1-ാം അധ്യായം 23-ാം വാക്യത്തിൽ അവിടെ ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള പദം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. കർത്താവായ യേശുവിനെ കുറിച്ച് പറയുകയാണ്. അത് മത്തായി 1:21-23 വാക്യങ്ങളിൽ മറിയയുടെ മകനായി, സ്ത്രീയുടെ സന്തതിയായി കർത്താവായ യേശു കന്യകയുടെ മകനായി ജനിക്കുന്ന ആ വിഷയം പറഞ്ഞു വരുമ്പോൾ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുമെന്നും അവൻ തന്നെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പാനിപ്പോൾ നീ അവനെ ഇമ്മാനുവേൽ അല്ലെങ്കിൽ യേശു എന്ന് പേർ വിളിക്കണമെന്നും ഗബ്രിയേൽ ദൂതൻ പറഞ്ഞ വചനഭാഗങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വാസ്തവത്തില് ബേത്ലഹേമിൽ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി അവതരിക്കുമ്പോൾ ദൈവം മനുഷ്യരുടെ പാർക്കേണ്ടതിന് വരികയായിരുന്നു. യോഹന്നാൻ കർത്താവിന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ്. യേശുവുമായി അധികം അടുത്ത ബന്ധം പുലർത്തിയ ശിഷ്യനാണ്. അത്താഴത്തിൽ യേശുവിന്റെ നെഞ്ചോട് ചാഞ്ഞിരുന്നവനാണ്. കർത്താവിന്റെ ക്രൂശീകരണത്തിന്റെ സാക്ഷിയാണ്. യേശു ക്രിസ്തുവിന്റെ ദൈവത്വം സംബന്ധിച്ച് ഏറ്റവും ശക്തമായ ഭാഷയിൽ എഴുതിയിരിക്കുന്നതും കർത്താവിന്റെ ദൈവത്വത്തിന്റെ ലക്ഷണങ്ങൾ, അടയാളങ്ങൾ ഇത് പ്രഖ്യാപിച്ചതുമായിട്ടുള്ള വ്യക്തിയാണ് യോഹന്നാൻ. ആ യോഹന്നാൻ പറയുമ്പോൾ തന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങൾ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, ആദിയിൽ അവൻ ദൈവത്തോടുകൂടിയായിരുന്നു, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, സകലവും അവൻ മുഖാന്തരം ഉളവായി എന്ന് പറഞ്ഞിട്ട്
അതേ അധ്യായത്തിന്റെ 14 വാക്യത്തിൽ പറയുകയാണ്, വചനം ജഡം ധരിച്ച് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. The word became flesh and dwelt among us, and we beheld his glory as the glory of the only begotten from the Father. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്നുള്ള ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. ഇതാണ് യോഹന്നാൻ പറയുന്നത്. ദൈവം മനുഷ്യരോടുകൂടെ, അതാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ അവതാരവും മനുഷ്യരുള്ള വാസവും ദൈവം മനുഷ്യവേഷത്തിൽ മനുഷ്യരുടെ വസിച്ച വാസം ആകുന്നു.